നമസ്കാരം. ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തത് മുതൽ സുരേഷ് ഗോപി തന്നെയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയമെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ പോലും സകലതും ചുരുങ്ങി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ നിൽക്കുന്ന തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. സുരേഷ് ഗോപിയുടെ അടി മുതൽ മുടി വരെ ഓഡിറ്റ് ചെയ്യുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും സുരേഷ് ഗോപിയെ പേടിച്ച് നെട്ടോട്ടം ഓടുന്ന കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും നമുക്ക് കൃത്യവും വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ ബിജു തറയിലെണ്ണ. അണ്ണാ നമസ്കാരം. നമുക്ക് ആദ്യം ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അടി കൊടുത്ത് കയറണം. അതാണല്ലോ നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു പാരലൽ യൂണിവേഴ്സ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത്. അപ്പൊ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാല് വളരെ ഒരു പാരലൽ യൂണിവേഴ്സ് ആണ്. വേറെ ഒരു പത്രത്തിലെ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത കാണാനും പറ്റില്ല. ആ പത്രത്തിനെ ഈ പത്രം വിമർശിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ദേശാഭിമാനി ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ദേശാഭിമാനി ഗംഭീരമായിട്ട് ഇതാ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. സഭയിലും ഗോപി എന്ന് പറഞ്ഞാണ് ദേശാഭിമാനി ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഈ വാർത്ത എന്ന് പറയുന്നത് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പാർലമെന്റിലെ പ്രകടനം ദയനീയം. സുരേഷ് ഗോപി എപ്പോഴും പറയുന്നതാണ്, എന്റെ പാർലമെന്റിലെ പ്രസംഗം നിങ്ങൾ എടുക്കൂ എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി സംസാരിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ ഓഡിറ്റിന് തയ്യാറാണ്, എന്റെ പ്രോഗ്രസ് കാർഡും മറ്റ് MP-മാരുടെ പ്രോഗ്രസ് കാർഡും നിങ്ങൾ എടുക്കൂ എന്ന് സുരേഷ് ഗോപി പറയുന്നതാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു സുരേഷ് ഗോപിക്ക് എത്തിയ ഒരു വാർത്ത ഇങ്ങനെ ദേശാഭിമാനി കൊണ്ടുവരികയാണെങ്കിൽ ഞാനത് പെട്ടെന്ന് ആ വാർത്തയുടെ ക്രക്സ് ഒന്ന് വായിച്ചുകൂടാ. 2016 ഏപ്രിൽ മുതൽ 2022 ഏപ്രിൽ വരെ രാജ്യസഭാംഗമായി ഇരിക്കെയുള്ള പ്രകടനം ശരാശരിയിലും താഴെ സുരേഷ് ഗോപിയുടെ. തൃശ്ശൂരിൽ പ്രജകൾക്കു നേരെ, ആ പ്രജകള് ഇൻവേർട്ടഡ് ഇതാണ് കേട്ടോ, പ്രജകൾക്ക് നേരെ വീരശൂര പരാക്രമം നടത്തുന്നയാൾ കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കുന്നത് ഉൾപ്പെടെ കാര്യമായി ഒന്നും തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ലെന്ന് PRSS ഇന്ത്യയുടെ വെബ്സൈറ്റ് വെളിവാക്കുന്നു. എന്നിട്ട് അവർ ജോൺ ബ്രിട്ടാസുമായിട്ട് സുരേഷ് ഗോപിയെ താരതമ്യം ചെയ്യുന്നുണ്ട്. പാർലമെന്റിൽ MP-മാരുടെ ശരാശരി ഹാജർ 79%, സുരേഷ് ഗോപിക്ക് 74. ചോദ്യങ്ങൾ വെറും 23 സുരേഷ് ഗോപി ചോദിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ ഒരു MP ശരാശരി 298 ചോദ്യം ചോദിക്കും. 2.5 വർഷം മാത്രമായി പാർലമെന്റിലുള്ള ജോൺ ബ്രിട്ടാസ് ഇതുവരെ 306 ചോദ്യങ്ങൾ ഉന്നയിച്ചു. ചർച്ചയിൽ ഒരു MP-യുടെ ശരാശരി പങ്കാളിത്തം 105.7 ആണെങ്കിൽ സുരേഷ് ഗോപിയുടേത് 50 മാത്രം. അപ്പൊ ഇതില് നമുക്ക് ഈ ദേശാഭിമാനിക്ക് ഒരു നടയടി കൊടുത്തു. എന്താണ് ഇതിലെ എന്താ പറയാൻ പറ്റുന്നത്? ഒന്ന്, ഈ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോ. സുരേഷ് ഗോപിയുടെ MP സ്ഥാനം ജോൺ ബ്രിട്ടാസിന്റെ MP സ്ഥാനം തമ്മിൽ രണ്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന നമ്മുടെ രാജ്യസഭാ MP-യാണ്. സുരേഷ് ഗോപി MP ആയിട്ട് പോയത് 12 നോമിനേറ്റഡ് MP-മാരുടെ MP-യാണ്. കലാകാരൻ എന്നുള്ളൊരു കോട്ടയിലാണ് സുരേഷ് ഗോപി കയറിയത്. സ്വാഭാവികമായി അദ്ദേഹത്തിന് കുറെ പരിമിതികളുണ്ട്. സാധാരണ രാജ്യസഭാ MP-യുടെ അത്രയും ഒരു കാര്യങ്ങളൊന്നും ഈ നോമിനേറ്റഡ് MP-മാർക്കില്ല, വോട്ടവകാശം പോലുള്ള കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ പറഞ്ഞത് ഈ 350 ചോദ്യം, ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടാസ് 350 അല്ല ചോദിക്കുന്നത്. കാരണം CPM-ന്റെ നിലപാട് കൂടി ചോദിക്കപ്പെടാൻ ഉള്ള ആളാണ് ജോൺ ബ്രിട്ടാസ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെതടക്കം ഇന്ത്യയുടെ, ഇപ്പൊ CPM എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനുള്ള ഒരു പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്. അപ്പൊ ഇന്ത്യയിൽ അവരുടെ നിലപാട് പറയാൻ രാജ്യസഭയിൽ വിരലെണ്ണാവുന്ന MP-മാരേ ഉള്ളൂ. അതിലൊരാളാണ് ജോൺ ബ്രിട്ടാസ്. അപ്പൊ സ്വാഭാവികമായും 300 ചോദ്യമല്ല അദ്ദേഹത്തിന് ചോദിക്കേണ്ടത്. 28 സ്റ്റേറ്റ്, 9 കേന്ദ്രഭരണ പ്രദേശത്തെയും എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ ഉള്ള ആളാണ് ജോൺ ബ്രിട്ടാസ്. പക്ഷെ സുരേഷ് ഗോപി അതല്ല. പരിമിതികളുണ്ട് എന്നാ പരിമിതികളുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, BJP-യുടെ ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റുമുള്ള അനവധി MP-മാരുണ്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്ന് അവർക്ക് MP-മാരുണ്ട്. ജോൺ ബ്രിട്ടാസിനെ കണക്ക് അതല്ല. ഇനി മറ്റൊരു ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞല്ലോ സുരേഷ് ഗോപി വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ചെറിയ കാര്യം ഞാൻ പറയാം, അതൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. സുരേഷ് ഗോപി രാജ്യസഭയിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, രാജ്യസഭ TV-യിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ അയാൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഒന്ന് ഇടമലക്കുടിയിലെ ഈ കുടിവെള്ള പദ്ധതികളെ കുറിച്ചും അതിന്റെ കാര്യങ്ങൾ, കേരളത്തിലെ അധസ്ഥിത വർഗത്തിന് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ചും മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും യൂട്യൂബിലുണ്ട്. അദ്ദേഹം എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് നിർമ്മലാ സീതാരാമനോട് ചോദിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് ജോൺ ബ്രിട്ടാസിനോട് ചോദിക്കുന്നു. സുരേഷ് ഗോപി ആകെ 23 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളെങ്കിൽ അത് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ കാര്യവും അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാര്യം, റോഡ് എത്തിക്കുന്ന കാര്യമാണ് ചോദിച്ചത്. ജോൺ ബ്രിട്ടാസ് ഈ 300 ചോദ്യം ചോദിച്ചത് എന്തൊക്കെയായിരുന്നു? ആഗോള താപനിലയെ കുറിച്ച് ചോദിക്കുന്നു, എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് ചോദിക്കുന്നു, ഡിജിറ്റലൈസേഷനെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അത് വെട്ടിയെടുത്ത് രാമക്ഷേത്രം, ഇവിടെ സുരേഷ് ഗോപിക്ക് അതിന്റെ ആവശ്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ രാജ്യസഭാ MP-മാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ട് ബ്രിട്ടാസ് എത്ര ചെലവഴിച്ചു ആ കാലയളവിൽ, അല്ലെങ്കിൽ ബ്രിട്ടാസ് കയറിട്ട് എത്ര കാലയളവ്, ആ കാലയളവിൽ ബ്രിട്ടാസ് എത്ര ചെലവഴിച്ചു, സുരേഷ് ഗോപി എത്ര ചെലവഴിച്ചു? സിമ്പിൾ അല്ലേ കാര്യം?
ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രത്തെ കുറിച്ചോ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചോ ഇന്ത്യയും ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിനിപ്പം ശരിയാണ്. സദാം രാജ്യസഭ എം ഹുസൈൻ പി ആണെങ്കിൽ ഉപയോഗിക്കുന്ന സ്കഡ് മിസൈലിനെ കുറിച്ച് സുരേഷ് ഗോപിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ജോൺ ബ്രിട്ടാസ് ചോദിച്ചോളൂ അവിടെ. ചോദിക്കണം. ജോൺ സുരേഷ് ഗോപി ബ്രിട്ടാസ് അവിടെ സുരേഷ് CPM-ന്റെ ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി പ്രവർത്തിച്ച തൃശ്ശൂരുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ല, വയനാടുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി പറയുന്നത്. വയനാട്, ഇടുക്കി എടമലക്കുടിയിലൊക്കെ കുടിവെള്ളം എത്തിക്കുന്നതിൽ വലിയ, അത് പാർലമെന്റ് ചോദിച്ച ചോദ്യം, അല്ലെങ്കിൽ ഈ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം അത് ചോദിക്കുന്നുണ്ട്. ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ച കാര്യം അറിയാം എന്ന് അദ്ദേഹം ഈ രാജ്യസഭയിൽ ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് അതിൽ. അതാ പറഞ്ഞ 23 ചോദ്യമേ സുരേഷ് ഗോപി ചോദിച്ചില്ലെങ്കിൽ ആ ചോദ്യം ആരെ കുറിച്ചായിരുന്നു, എന്തിനെ കുറിച്ചായിരുന്നു? ബ്രിട്ടാസ് 300 ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്തിനെ കുറിച്ചായിരുന്നു മാത്രം താരതമ്യം ചെയ്താൽ മതി. കാരണം ഞാൻ ബ്രിട്ടാസിനെ കുറ്റപ്പെടുന്നില്ല. കാരണം CPM-ന്റെ ദേശീയ തലത്തിലുള്ള നിലപാടുകൾക്ക് അനുസൃതമായി ചോദ്യം ചോദിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. അല്ലാതെ BJP-യുടെ നിലപാടിനെ കുറിച്ച് ചോദിക്കാൻ സുരേഷ് ഗോപിയെ വെച്ചതല്ല. നോമിനേറ്റഡ് ആയിട്ടുള്ള MP ആണ്. അതായത് നമുക്ക് സുരേഷ് ഗോപിയോട് ചോദിക്കാൻ പോലും അർഹതയില്ല, താൻ എന്താണ് അവിടെ പോയത് ചോദിക്കാത്തത്. കാരണം അത് നോമിനേറ്റഡ് ആണ്. ഇപ്പൊ ഇളയരാജ ഇത്രയും മതി. ഇളയരാജാണ് ആ പോസ്റ്റിലേക്ക് ഇരിക്കുന്നത്. അതെ അതെ, ഇത്രയും മതി. ഒരു നടയടി എന്നുള്ള രീതിയിൽ നമുക്ക് ദേശാഭിമാനിയുടെ നെറുകം തലയിൽ തേങ്ങ ഉടച്ചങ്ങ് കയറാം. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, സുരേഷ് ഗോപി ഇലക്ഷന് നിൽക്കുമ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത് BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് ഉയരുകയാണ്. തൃശ്ശൂർ BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് സുരേഷ് ഗോപി നിൽക്കുമ്പോൾ മാത്രമേ ഉയരുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതായത് സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എടുത്ത് നിർത്തി കഴിഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറയുന്ന A ക്ലാസ് മണ്ഡലം BJP-യുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് അവിടെ വില. BJP എന്ന് പറയുന്ന ഒരു പാർട്ടി എന്നതിലുപരി സുരേഷ് ഗോപി എന്ന് പറയുന്ന ബ്രാൻഡിനാണ് അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇത്ര മാത്രമാണ്, തൃശ്ശൂരിലെ വോട്ടർമാരുടെ മനസ്സ് ഇത്തവണ എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുന്നത്? കാരണം ഞാനിത് ചോദിക്കാൻ കാരണം 2014 BJP-യുടെ KP ശ്രീശനാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചത്. അവിടെ ആ സമയത്ത് പോലും 4.45% വോട്ടിന്റെ വർധനവ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1,02,681 വോട്ട് 2014 അവിടെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഗോപി യാതൊരു പ്രവൃത്തിയുമില്ലാതെ 2019 അവിടെ MP ആയിട്ട് മത്സരിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോ ഈ 1,00,000 വോട്ട് എന്നുള്ളത് 2,93,000 വോട്ടായിട്ട് ഉയർന്നിട്ടുണ്ട്. 17% വോട്ടിന്റെ ഉയർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. 28.19% വോട്ട് BJP അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ? കാരണം ഇത്തവണ പഴയ സുരേഷ് ഗോപി അല്ല. സുരേഷ് ഗോപി അവിടെ നിന്ന് പ്രവർത്തിച്ച് സുരേഷ് ഗോപി ഒരു വലിയ ഒരു ബ്രാൻഡായിട്ടാണ് തൃശ്ശൂരിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരുന്നു. അപ്പൊ സുരേഷ് ഗോപിക്ക് ഇത്തവണ അവിടുത്തെ വിജയ സാധ്യത എത്രയാണ്? അവിടുത്തെ വോട്ടർമാരുടെ ഒരു മനസ്സ് ഇത്തവണ എങ്ങോട്ട് സഞ്ചരിക്കും? ധനുഷ് ചോദിച്ച ചോദ്യത്തിന് അതിന്റെ ഉത്തരവുണ്ട്. പഴയ സുരേഷ് ഗോപി അല്ല ഇപ്പോഴത്തെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ആൻസർ. കാരണം അദ്ദേഹം ഈ 2019 വരുന്നത്, അതോടൊപ്പം തന്നെ അതിനുശേഷം 2021 സുരേഷ് ഗോപി മത്സരിക്കുന്നത്. ഈ രണ്ട് മത്സരത്തിന് വരുമ്പോൾ 2021 സുരേഷ് ഗോപി തൃശ്ശൂർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ആകെ കിട്ടിയ 17 ദിവസമാണ്. അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള യാതൊരു ഉറപ്പില്ല. അവസാന നിമിഷത്തിലെത്തിയ സ്ഥാനാർത്ഥി 17 ദിവസം. ആ 17 ദിവസത്തിൽ 3 ദിവസം എന്ന് പറയുന്നത് നിശബ്ദ പ്രചരണത്തിനുള്ളതാണ്. ആ 14 ദിവസമാണ് ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി പോസ്റ്റർ അടിക്കണം, വീട് വീടാന്തരം പ്രചരണം നടത്തണം. ഈ സുരേഷ് ഗോപി എല്ലായിടത്തും റോഡ് ഷോ എടുത്ത് ജനങ്ങളുടെ ഈ 14 ദിവസം കൊണ്ട് ഈ മനുഷ്യൻ 31.3% വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ആ മണ്ഡലത്തിൽ ഇതുക്കും മേലെ അല്ലെങ്കിൽ അതുക്കും മേലെ പോകാൻ കഴിയുമെന്നുള്ള ഡെഫിനറ്റ് ആണ്. കാരണം 2019 അദ്ദേഹം പാർലമെന്റിലേക്ക് ആദ്യമായി തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഈ രാഷ്ട്രീയം അറിയത്തില്ല, അവിടുത്തെ BJP-യുടെ പ്രവർത്തകരുമായിട്ട് ഒരു സിങ്ക് അല്ല. അദ്ദേഹം പുതിയതായിട്ട് അവിടെ നിന്ന് ലാൻഡ് ചെയ്യുകയാണ് ഈ തൃശ്ശൂരിലേക്ക്. അതുപോലെ BDJS ആയിരുന്നു മണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ട് ലാൻഡ് ചെയ്യുകയാണ് പെട്ടെന്ന്. ആ ലാൻഡ് ചെയ്തത് ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 28.19% വോട്ട് നേടി. അത് തൊട്ട് പിന്നാലെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം 14 ദിവസത്തെ പ്രചരണം കൊണ്ട് സുരേഷ് ഗോപി നേടിയത് 31.3%. ഇത് പറയുമ്പോൾ വേറൊരു കാര്യമല്ല, ജയിച്ച സ്ഥാനാർത്ഥിയെക്കാളും ഏതാണ്ട് 4000 വോട്ടിന് പുറയിലാണ്. വെറും 2000 വോട്ടിന് സുരേഷ് ഗോപി, അതെ, ഒരു 2500 വോട്ടോടെ കിട്ടിയത് സുരേഷ് ഗോപി ജയിച്ചേനെ. പക്ഷെ ഇത്തവണ സുനിലേട്ടൻ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ, അതായത് സുനിലേട്ടൻ എന്ന് കമ്മി മാധ്യമപ്രവർത്തകരും പറയാം, നമ്മുടെ CITU സംഘം, സുനിലേട്ടൻ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി അതിഭീകരമായിട്ട് വേർത്തു പോകും, സുരേഷ് ഗോപി തലകറങ്ങി വീഴും എന്നൊക്കെയാണ് ഇവറ്റകൾ പറഞ്ഞു മനസ്സിലുള്ളത്. അപ്പൊ സുനിലേട്ടൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ സുരേഷ് ഗോപി നോക്കും അല്ലെ?
അതിനുള്ള സാധ്യതകള് തോക്കുമെന്ന് വെച്ചാൽ ടൈപ്പ് കോമ്പറ്റീഷൻ ആണ്. പക്ഷെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് തന്നെയാണ് മുൻതൂക്കം. അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉം. ബി ജെ പിക്ക് അവിടെ ഒരു ബേസ് വോട്ടൊന്നും ഇല്ല. അവർക്കുള്ളത് നമ്മൾ നേരത്തെ കണ്ട ഒരു 19% വോട്ടാണ് അവർക്ക് ഉള്ളത്. അതായത് നമ്മുടെ ഈ ബി ഗോപാലകൃഷ്ണൻ മത്സരിച്ചതാണ് അവർക്ക് ബി ജെ പി എന്ന് പറയുന്ന മത്സരിക്കാൻ. സുരേഷ് ഗോപി നമുക്ക് ബി ജെ പി എന്ന് കൂട്ടാൻ പറ്റില്ല, അത് ബ്രാൻഡ് വേറെയാണ്. അത് ഒരു സ്റ്റാർ. ശശി അതെ അതെ തരൂർ അതെ. എന്ന് പറയുന്നത് നമ്മൾ കോൺഗ്രസിന്റെ പേരിലല്ല ശശി തരൂരിനെ കണക്ക് കൂട്ടുന്നത്, അത് ഒരു ബ്രാൻഡാണ് ശശി തരൂർ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. അപ്പം ഏതായാലും 19% വോട്ടാണ് നമുക്ക് വേണമെങ്കിൽ ബി ജെ പിയുടെ വോട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, അവരുടെ യഥാർത്ഥ പാർട്ടി ലീഡർ മത്സരിച്ചു. ഇവിടെ സുരേഷ് ഗോപി വന്നപ്പോഴത്തേക്കും ആ ഉം. വോട്ടിന്റെ ശതമാനം വളരെ കൂടി. ആ വോട്ട് എവിടെ നിന്നാണ് വന്നത്? അത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വോട്ടുകളുമുണ്ട്, UDF കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വോട്ടുകളുമുണ്ട്. ആ വോട്ടുകൾ സ്ത്രീകളുടെ തിരിച്ചു വോട്ട് പോയിട്ടില്ലെന്ന് ഇത്തവണ മാത്രം. വളരെയധികം നിർണായകമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. സ്ത്രീകളുടെ വോട്ട് ഇത്തവണ വളരെ സ്ത്രീകളുടെ നിർണായകമാണ് സുരേഷ് വോട്ടിന് ഗോപിയുടെ. ഉം. സ്ത്രീകളുടെ വോട്ടുകൾ മാത്രം, അതിനപ്പുറത്തേക്ക് സഭയുടെ വോട്ടിന് ഒരു നിർണായക സ്വാധീനം തൃശ്ശൂർ മണ്ഡലത്തിൽ 35% ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു ഏരിയ ആണ്. അത് വലിയ രീതിയിലുണ്ട്. കാരണം ഈ സുരേഷ് ഗോപി 2 തവണ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ സുരേഷ് ഗോപിയായിട്ട് വലിയ ബന്ധങ്ങൾ അവിടുത്തെ ജനത്തിനില്ല. ഉം. ഉം. നിയമസഭയിലേക്ക് അദ്ദേഹം ഒരു 14 ദിവസം കൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്ത് ബന്ധമാണ് ഉണ്ടാക്കിയത്? പിന്നെ അദ്ദേഹം ഒരു സിനിമാ നടൻ ആയിപ്പോയത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് എത്താൻ പറ്റിയത്. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു നടനുണ്ടല്ലോ. പക്ഷെ അതിലുപരി ഉം. ഇപ്പോഴങ്ങനല്ല. അദ്ദേഹം കഴിഞ്ഞ 6 വർഷമായിട്ട്, നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക്, എല്ലായിടവും കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളും ആ ശക്തി തമ്മിൽ ആ മാർക്കറ്റിലൊക്കെ പൈസ കൊടുക്കുകയും 1 കോടി രൂപ ചെലവഴിക്കുകയും അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ എല്ലാവർക്കും കരുവന്നൂർ ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലായാലും എല്ലാം. ഒപ്പം തന്നെ പള്ളിയുമായി ഒരു നല്ല ബന്ധം, അല്ലെങ്കിൽ സഭയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിലും അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തു. അതായത് ഈ സുരേഷ് ഗോപി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ തൃശ്ശൂർകാർക്ക് ഒരു ഏകദേശ ധാരണയുണ്ട്. ആ ധാരണ, ഉം. അതായത് ഈ സുനിൽകുമാർ നാട്ടുകാരൻ എന്ന് പറയുമ്പോൾ തന്നെ അതേ രീതിയിൽ തന്നെയാണ് അവർ സുരേഷ് ഗോപിയെ കാണുന്നത്. നാട്ടുകാരനല്ല എങ്കിൽ പോലും നാട്ടുകാരോടൊപ്പം എന്നും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. നമ്മൾ എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. അവിടെ കാലങ്ങളായിട്ട് ഒരു 7-8 കുടുംബങ്ങളുടെ വീടിന് മുകളിൽ മരം ചാഞ്ഞ് നിന്നിട്ട്, അത് മലയാള മനോരമയുടെ അതെ അതെ. ചാനലാണ് അത് പ്രക്ഷേപണം ചെയ്തത്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണും. അപ്പൊ സുരേഷ് ഗോപി ആ മണ്ഡലത്തെ സംബന്ധിച്ച് അന്യനല്ല. സുനിൽകുമാർ സുരേഷ് ഗോപിയും തമ്മിലാണ് ഫൈറ്റ്. മുരളീധരൻ അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുരളീധരന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മുരളീധരന്റെ കാര്യം എന്തായാലും ചേട്ടാ എടുത്തിട്ടോണ്ട് നമുക്ക് അതിലോട്ട് കാണാം. മുരളീധരനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ മുരളീധരനെ കൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരമല്ല, നേമത്ത് മത്സരിപ്പിക്കുകയുണ്ടായി. നേമത്ത് മത്സരിപ്പിച്ച് ശിവൻകുട്ടിയെ അവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടു. ശിവൻകുട്ടി ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇന്ന് നാട് അന്തസ്സായിട്ട് കട്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ശിവൻകുട്ടിയെ അവിടെ ജയിപ്പിക്കാൻ വേണ്ടി മുരളീധരനെ അവിടെ ബലിയാടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SDPI പ്രവർത്തകരുടെയൊക്കെ വോട്ടും എല്ലാം കൂടെ സമാഹരിച്ച് ശിവൻകുട്ടി അവിടെ നിന്ന് 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ ജയിച്ചു പോയത്. അപ്പൊ ശിവൻകുട്ടി ഇങ്ങനെ ജയിച്ച ഒരു സാഹചര്യമുണ്ട്. മുരളീധരൻ അവിടെ ബലിയാടായി. ശേഷം മുരളീധരൻ വടകര MP ആയിരുന്നു. ഇത്തവണ വടകര KK ശൈലജ നിൽക്കുന്നു. വടകര ശൈലജ നിൽക്കുന്നത് കൊണ്ട് തന്നെ മുരളീധരനെ അവിടെ നിന്ന് പത്മജ പോയ ആ ഒരു ഗ്യാപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ കൊണ്ടുവന്ന് നിർത്തുന്നു. മുരളീധരനെ ഇത്തവണയും ഒരു ബലിയാടാക്കാൻ തന്നെ ആയിരിക്കുമോ നമ്മുടെ കോൺഗ്രസിന്റെ നീക്കം? അതായത് നേമത്ത് എന്താണോ സംഭവിച്ചത്, BJP തോപ്പിക്കാൻ വേണ്ടി മുരളീധരൻ അവിടെ വന്നു. അതുപോലെ ഇത്തവണ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കൊണ്ട് BJP തോപ്പിക്കാൻ വേണ്ടി മുരളീധരനെ അവിടെ തൃശ്ശൂരിൽ കൊണ്ട് ഇത്തവണ നിർത്തിയിരിക്കുന്നതാണ്. എന്താ തോന്നുന്നത്? മുരളീധരനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും, അതേ മുരളീധരൻ സുരേഷ് ഗോപിയെ വെട്ടിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? സുനിൽകുമാറിനെ വെട്ടിച്ച് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? പക്ഷെ മുരളീധരന് ഒട്ടും രാശിയില്ലാത്ത മണ്ഡലമാണ് തൃശ്ശൂർ എന്നുള്ളത് നമുക്ക് വേറൊരു കാര്യമാണ്. മുരളീധരൻ തന്നെ അവിടെ ജയിക്കുമെന്ന് കോൺഫിഡൻസ് ഇല്ലാത്ത നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ പിന്നെ എന്ത് നമ്മൾ പറയാനായിട്ട്? മുരളീധരൻ തന്നെ തോക്കുമെന്നുള്ള കാരണം അവർക്ക് അദ്ദേഹത്തിന് അവിടെ വരാൻ തന്നെ വലിയ മടിയായിരുന്നു. അവസാനം പത്മജയുടെ പേര് പറഞ്ഞ് അവിടെ കൊണ്ടിട്ടതാണ്. ജയിക്കില്ല എന്ന് മാത്രമല്ല, 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് മുരളീധരൻ, യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ നമ്മൾ നടക്കുന്ന ഈ ചർച്ചയുടെ വീഡിയോ ആൾക്കാരെടുത്ത് വെച്ച് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഡെഫിനിറ്റ് എന്ന് പറയുന്നത് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. കാരണം വെച്ചാൽ മുരളീധരൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് ഈ തൃശ്ശൂർ വന്ന് മത്സരിക്കുക എന്നുള്ളത്. കാരണം അവിടെ മുരളീധരൻ എന്ത് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ മണ്ഡലം കുളമാക്കിയിട്ടിരിക്കുന്ന പ്രതാപൻ, ആളുകൾ ചെല്ലുമ്പോൾ ചോദിക്കും ഈ പ്രതാപന്റെ കാര്യം വെച്ചിട്ടല്ലേ മുരളീധരനെ അളക്കാൻ പറ്റും. അല്ലാതെ മുരളീധരൻ നാളെ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നാളെ നരേന്ദ്രമോദിയാണ് കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. അല്ലാതെ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് മുരളീധരൻ ജയിച്ചു ചെയ്തിട്ട് കേന്ദ്ര മോദിയോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം നേടിയെടുക്കാൻ പറ്റും? ഒന്നും. ഇതൊക്കെ ജനത്തിനറിയാം. കാരണം എല്ലാവർക്കും അത്യാവശ്യം അറിവ് പകരും. ഈ മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് എല്ലാ വാർത്തകളും അവരുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണ്. അതുകൊണ്ട് മുരളീധരനായാലും എനിക്കിപ്പോ തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അവിടുത്തെ ഒരു നല്ല കാൻഡിഡേറ്റ് സുരേഷ് ഗോപിയാണ്. അത് ഏറെക്കുറെ ജനങ്ങൾക്ക് അറിയാം. ഇനി വലിയ രാഷ്ട്രീയ അന്ധതയും മതപരമായ ചിന്തകളും ഒക്കെ വന്നാൽ മാത്രമാണ് സുരേഷ് ഗോപി തോക്കാനുള്ള സാധ്യത ഉള്ളത്. പക്ഷെ അതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഇനി പറയാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പാണ്. ഓരോ നിമിഷവും അനുനിര രാഷ്ട്രീയം മാറി വരാം, അല്ല, പ്രശ്നങ്ങൾ മാറി. തെരഞ്ഞെടുപ്പില് ജനാധിപത്യത്തിലെ ജനങ്ങൾ തന്നെയാണ് രാജാവ്. അതുകൊണ്ട് നമുക്കൊന്നും നിർവചിക്കാനായിട്ട് പറ്റത്തില്ല, 100%. നമ്മൾ പല സർവേകൾ വരും, പല കാര്യങ്ങൾ വരും.
വോട്ടെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അതെ ഒരിക്കലും അതെ. നിർണ്ണയിക്കാനായിട്ട് പറ്റില്ല. ഇനി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മുരളീധരനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ്, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറിയത് തൃശ്ശൂർ എന്തെങ്കിലും ഒരു എഫക്ട് ഉണ്ടാക്കുമോ? പത്മജ വേണുഗോപാൽ വന്നതുകൊണ്ടാണല്ലോ മുരളീധരനെ കൊണ്ട് നിർത്തിയത്. അവിടെ തൃശ്ശൂരുള്ള ജനങ്ങളെ ഈ വിഷയം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ? സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേൾക്കുന്നു, സബ്ജക്ട് ടു കറക്ഷൻ. അതായത് സുരേഷ് ഗോപി പത്മജയോട് എന്റെ പ്രചരണത്തിനായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള അനൌദ്യോഗികമായ വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ പത്മജയുടെ ഒരു എൻട്രി BJP-ക്ക് എത്രത്തോളം ഗുണം ചെയ്യും? പത്മജയുടെ എൻട്രി ശരിക്കും BJP-ക്ക് ഗുണം ചെയ്യുന്ന നാഷണൽ ലെവലാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ ഇപ്പൊ തന്നെ അതിന്റെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഈ ചന്ദനക്കുറി ഇടാൻ അനുവദിച്ചില്ല അത് എന്നൊക്കെ പോയിന്റ്. ഭയങ്കരമായിട്ട് അതാണ് അവര് BJP ഹൈലൈറ്റ് ചെയ്തത്. ഇപ്പൊ ആന്റണിയുടെ മോനെ അവർ കൊണ്ടുവന്നത് കേരളത്തിൽ എന്തുകൊണ്ട് മലമറിക്കാന്നും പറഞ്ഞിട്ടൊന്നും അല്ല, ദേശീയ തലത്തിൽ പറയാനായിട്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പഴയ കോൺഗ്രസ് നേതാക്കളുടെ കുടുംബക്കാരൊക്കെ ഇപ്പൊ BJP-യിലാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അത് വേറെ കാര്യമൊന്നും. പത്മജ വന്നുകൊണ്ട് BJP-ക്ക് യാതൊരു നേട്ടമില്ല. ഈ പത്മജ തൃശ്ശൂർ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് യാതൊരു ഇത് കാര്യങ്ങളുമില്ല. പക്ഷെ പത്മജയുടെ പേരിൽ എനിക്ക് തോന്നുന്നു ഈ മുരളീധരൻ ട്രാപ്പ് ഒരുക്കിയതാണ് കോൺഗ്രസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ പിന്നെ പത്മജ പോയി ഇത് കൊണ്ട് മുരളീധരനെ കൊണ്ട് തൃശ്ശൂരിട്ട് എന്താ സംഭവിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്തെ കാര്യം എന്താണെന്ന് എനിക്ക് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഈ പത്മജ അവിടെ വന്ന് നിന്നുകൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം സ്വന്തം സഹോദരനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, ഒരുപക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റും. അതിൽ കവിഞ്ഞിട്ടൊന്നും BJP-ക്ക് യാതൊരുവിധ നേട്ടവും പത്മജയെ കൊണ്ടുണ്ടാകില്ല. ഈ അനിൽ ആന്റണിയെ കൊണ്ടും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ അവർ നാഷണൽ ലെവലിൽ അവരത് ഇതാക്കി എടുക്കും. BJP അതൊരു നേട്ടമാക്കി എടുക്കുന്നുണ്ട്. ഈ പത്മജയുടെ ഒക്കെ ഭയങ്കരമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പോകുന്നത്, ഈ ചന്ദനക്കുറിയുടെ വിഷയം. തൃശ്ശൂര് പത്മജ എഫക്റ്റ് ഒന്നും ഇല്ല. ഈ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. തൃശ്ശൂർ സുരേഷ് ഗോപി എത്രത്തോളം ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. സുരേഷ് ഗോപിയുടെ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ എന്തോരം. സുരേഷ് ഗോപിക്കുള്ളത്ര വിവാദങ്ങൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി തൊടുന്നതെല്ലാം വിവാദത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പുള്ളിക്കാരന്റെ ഒരു നേർച്ചയായിട്ട് കൊടുത്ത കിരീടം മുതൽ പുള്ളിക്കാരൻ സംസാരിക്കുന്ന വാക്കുകൾ വരെ എടുത്ത് വലിച്ചു കീറി ഓഡിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. അപ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന പുള്ളിക്കാരൻ ഇതുവരെ നമ്മളെ കമ്മികൾ പറയുന്നത് പോലെ ഈ ബജറ്റിന്റെ അകത്ത് നിന്ന് പുറത്ത് വന്നിട്ടില്ല. പുള്ളിക്കാരന്റെ നാക്ക് പുള്ളിക്കാരൻ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരൻ പൊളിറ്റിക്സിനെ പൊളിറ്റിക്സ് ആയിട്ട് കാണണം എന്ന് ആണ്, കുറച്ച് മെച്യൂർ ആയിട്ട് കാണണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ടില്ലെന്നല്ല, പുള്ളിക്കാരൻ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന്റെ സംസാരമൊക്കെ വളരെ രസകരമാണ്. പുള്ളിക്കാരൻ ജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരന്റെ നേച്ചർ ആയിരിക്കാം. ചിലപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ നേച്ചർ ആണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പിണറായി വിജയനെ ഒന്ന് പുകഴ്ത്തിയാൽ പോലും പിണറായി വിജയൻ ദേഷ്യപ്പെടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി, സുരേഷ് ഗോപി ഇപ്പൊ കുട്ടികളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക, അവരെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുക, അതുപോലെ പുള്ളിക്കാരൻ ഹൈലി ഇമോഷണൽ ആണ്. പുള്ളിക്കാരന് ഒരു കാര്യം മനസ്സിലിരിക്കില്ല. പുള്ളിക്കാരനൊരു പെട്ടെന്നൊരു അക്രമം, അനീതി കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പെട്ടെന്ന് പ്രതികരിക്കുക. പക്ഷെ ഈ പ്രതികരണമൊക്കെ പുറത്തേക്ക് വരുന്നത് വേറൊരു രീതിയിലാണ്. കഴിഞ്ഞ ദിവസം BJP-ക്കാരെ പുള്ളിക്കാരൻ ശകാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, പുള്ളിക്കാരന്റെ നാക്ക് പുള്ളിക്കാരന്റെ ഒരു വിനയാകും എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തനോട് ചോദിച്ചു, ഈ എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യതകളെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, സുരേഷ് ഗോപി അഥവാ തോൽക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് മറ്റൊന്നും കൊണ്ട് പറഞ്ഞല്ല, തമാശ രൂപത്തിൽ പറഞ്ഞാണെങ്കിൽ അത് കുറെ കാര്യമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും ഈ സിനിമ ജീവിതം വിട്ട് ഒരു ഇത് ഇറങ്ങിയിട്ടില്ല. എല്ലാം സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞത്. പക്ഷെ അത് അപകടം ചെയ്യുന്ന വെച്ചാൽ ഇപ്പോഴല്ല അത് അപകടം ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴത്തേക്കും ശത്രു അവന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ഇപ്പോഴ് ഇദ്ദേഹത്തിന്റെ PR വർക്കുകാർ ചെയ്യുന്ന ഈ വീഡിയോകളെല്ലാം ഇത് ഇദ്ദേഹത്തിന് തന്നെ പാരയായിട്ട് പല രൂപത്തിൽ തിരിച്ചു വരും. കാരണം ഇദ്ദേഹത്തിന്റെ ഈ സിനിമാ സ്റ്റൈലിലുള്ള സംഭാഷണങ്ങളായാലും ഈ പുള്ളിയുടെ ഓരോ കാര്യങ്ങളായാലും ഒക്കെ തന്നെ. കാരണം ഒന്ന് അതായത് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പാർട്ടി വർക്കർമാരോട് ശാസിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ വാർത്ത എങ്ങനെയാണ് പോയത് പുറത്ത്? അദ്ദേഹം തൃശ്ശൂർ വിട്ടു പോകുന്നു എന്നുള്ള തരത്തിലാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അദ്ദേഹവും അദ്ദേഹത്തിന് കൂടുള്ളവർക്കും എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയെ വളരെ സുരക്ഷിതമായിട്ടുള്ള പ്രചരണത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള പരിചയത്തിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്, പരിചയക്കുറവുണ്ട്. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സുരേഷ് ഗോപി കുറച്ചുകൂടെ വാക്കുകളിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്ക സ്വഭാവം കൊണ്ടായിരിക്കും പലതും പറയുന്നത്. പക്ഷെ അത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് രണ്ട് രീതിയിലാണ് അനുഷേധം. ഇപ്പൊ ഒരു ആരോപണം ഇങ്ങനെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പം വൈറലായിട്ടൊരു വീഡിയോ വരുന്നു, ഒരു ആരോപണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് കിരീട വിവാദം, അദ്ദേഹം ആ പ്രചരണത്തിന്റെ ആദ്യത്തെ 2-3 ദിവസം ഈ കിരീട വിവാദത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് മോഡിയുടെ അനവധി ഗ്യാരണ്ടികളാണ് നാട്ടിൽ പറയാനുണ്ട്.
അല്ലെ? ഹൈവേ വികസനം പറയാനുണ്ട്, കുടിവെള്ള പ്രശ്നം പറയാനുണ്ട്. ഇതൊന്നും പറയാൻ സമയം കിട്ടില്ല. പുള്ളി ചെല്ലുന്നിടത്തൊക്കെ കിരീട പറഞ്ഞോട്ടെ. ഇത് തന്നെയാണ് എതിരാളികളും ആഗ്രഹിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന് തടയിടുക, ഇദ്ദേഹം കുതിച്ചു വരുന്നതിന് തടയിടുക. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? ബി ജെ പിയുടെ അണികളും പ്രവർത്തകരും ഒക്കെ ഈ ആരോപണത്തിന്റെ പുറകിൽ പോയിക്കൊണ്ടേയിരിക്കും. ധനുഷ് ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഈ ഒരു 3 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബി ജെ പിയുടെ ലീഡേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഡൽഹിയിൽ ഒരു യോഗം ഉണ്ടായിരുന്നു. അതായത് ഒരു ക്ലാസ് ആണ്, എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുക്കേണ്ട നിലപാട്. അതിനകത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാളും പോയി വിവാദത്തിൽ ചാടരുത്. അതായത് നമ്മുടെ നാക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കൊണ്ടൊരിക്കലും വിവാദത്തിൽ ചാടരുത്. നമുക്കറിയാം, ഇപ്പൊ കർണാടകത്തിൽ അനന്തകുമാർ ന്റെ ഒരു സീറ്റ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് വലിയ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭരണഘടന മാറ്റും എന്ന് പറഞ്ഞു. ആവേശം അത് എന്തായി? അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെട്ടു. മത്സരിക്കാനുള്ള സീറ്റിൽ ലിസ്റ്റിൽ അദ്ദേഹം ഇല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോ ഇതിന്റെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി തന്നെ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ സംസാരം, എന്നിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിയിൽ സംസാരിക്കാനായിട്ട് ചിലരെ നിയോഗിച്ചിട്ടുണ്ട്, അവർ മാത്രം സംസാരിച്ചാൽ മതി. കാരണം അദ്ദേഹത്തിന് പറയും ഇത് വലിയ പാർട്ടിയാണ്. അപ്പം ബി ജെ പി എന്നല്ല, കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ തന്നെ ഈ നേതാക്കന്മാരുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ യുഗം മാത്രമല്ല, എഡിറ്റിംഗ് വളരെ സ്പീഡിൽ എന്തും എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും, ഡബ് ചെയ്ത് കയറ്റാൻ പറ്റും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. റെഡി ആയിരിക്കുകയാണ്. അതെ. അപ്പൊ നമ്മൾ ഒരുപാട് കരുതലുകൾ അതിന് എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ നിലയിൽ. ഈ ദിവസത്തെ കാര്യം ധനുഷ പറയാൻ, ഇവിടെ ഈ ദിവസം വരെ സുരേഷ് ഗോപിക്ക് ഒരു നേരിയ മുൻതൂക്കമുണ്ട്. അത് നാളെ മാറി മറിയാം ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം രാഷ്ട്രീയമാണ്, എന്തും എപ്പോഴും സംഭവിക്കാം. ഈ ദിവസം സുരേഷ് ഗോപി, പക്ഷേ ഇതിൽ എനിക്കൊരു എതിർപ്പുള്ളത്, സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് വളരെ ഗംഭീരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നത്. പ്രതാപന്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ദിവസം പ്രതാപൻ വണ്ടിയിൽ കയറി മുരളീധരന്റെ മുഖം തുടച്ചു കൊടുക്കുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, അതൊക്കെ വളരെ ബാലിഷ്യമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. എന്തായിരുന്നാലും സുരേഷ് ഗോപി ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ABCയുടെ ഈ ഇലക്ഷൻ അനാലിസിസ് അവിടെ നിൽക്കട്ടെ. നാളെ ഇത് സംഭവിക്കാതിരിക്കാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ്. എല്ലാ പ്രവചനങ്ങളും ജനാധിപത്യത്തിൽ തെറ്റാനുള്ളത് തന്നെയാണ്. എങ്കിൽ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണമാകുകയുള്ളൂ. മറ്റൊരു ചർച്ചയുമായി ശരി. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.